അധ്യാത്മരാമായണം യുദ്ധകാന്ഡം. രാമരാവണ യുദ്ധം കണ്ട് ത്രൈലോക്യവാസികൾ ഭയഭീതരായി. വായു നിശ്ചലമായി, സൂര്യൻ മറഞ്ഞു, ഭൂമി അതിയായി വിറച്ചു, സമുദ്രം ഇളകി മറിഞ്ഞു, പാതാളവാസികൾ നടുങ്ങി. സമുദ്രം സമുദ്രത്തോട് പോരാടിയാലും ആകാശം ആകാശത്തോട് പോരാടിയാലും രാമരാവണ യുദ്ധത്തിനു സമം രാമരാവണ യുദ്ധം മാത്രമാണ് എന്നിങ്ങനെ ദേവാദികൾ പുകഴ്ത്തി. രാവണവധം. രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു. രണ്ടാമതും ഉണ്ടായതിപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലക്കൊരു വാട്ടവുമില്ലെന്നേ വിചിത്രമത്രേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തലപത്തിനും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലിവമ്പനാം മാരിജനെന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുമൊന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും ദശദേശകണ്ഠരൻ മെയ്യിൽ ബാണങ്ങൾ തൂക്കിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതിനുള്ളിലൊരു നിനവന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും. കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം മദലിതാനും തൊഴുതു ചൊല്ലിടിനാനേതും വിഷാദമുണ്ടായിക മാനസേ. മുന്നമഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാശ്രമദായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം. വിശ്വഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു. ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവൊടു
മാരുതവേഗന രാഘവൻ തന്നെ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാരിൽ മരം വീണ പോലെ തഥാ